അന്ന് ജയ്ഹിന്ദിന്റെ ക്യാമറമാൻ ജോർജ് ജോസഫ് പകർത്തിയ നിർണായകമായ ദൃശ്യങ്ങളാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറിയത്. ഇപ്പോഴിതാ ആ ജോർജ് ജോസഫ് നമുക്കൊപ്പം ചേരുകയാണ്. ഒരു പക്ഷേ ആ ദൃശ്യങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴിതാ വകുപ്പുതല നടപടി ഉദ്യോഗസ്ഥർക്കെതിരെ വന്നത് പോലും അങ്ങനെയുള്ള ഒരു നടപടി പോലും എടുക്കാൻ കഴിയുകയില്ലായിരുന്നു. കാരണം മറ്റു മാധ്യമ പ്രവർത്തകരാരും അവിടെ ഇല്ലായിരുന്നു. ജോർജ് ജോസഫിന്റെ സ്വന്തം ഫോണിലാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയതിന്റെ ഫോറൻസിക് പരിശോധനയിൽ ആ ദൃശ്യങ്ങൾ യഥാർത്ഥതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. എന്താണെങ്കിലും താങ്കൾ പകർത്തിയ ദൃശ്യങ്ങളാണ്, വിജയം കണ്ടു. ഈ വകുപ്പ് തല നടപടി മാത്രം മതിയോ? വകുപ്പ് നടപടിയിൽ ഇപ്പം സന്തോഷമുണ്ട്. എപ്പോഴെങ്കിലും അത് പുതിയ സർക്കാർ വന്നപ്പോഴത്തേക്ക് അങ്ങനെ കാര്യം എളുപ്പം എത്രയും വേഗം ചെയ്തല്ലോ. പിന്നെ എന്താ പറയുന്ന ആ ദൃശ്യങ്ങൾ ശരിക്കും ഈ ഒരു കേസിന് നിർണായക വഴിത്തിരിവായി. അതിലും ഒത്തിരി സന്തോഷമുണ്ട്. ദൃശ്യങ്ങൾ എപ്പോഴാണ് താങ്കളുടെ പക്കൽ നിന്ന് ഇവർ ശേഖരിച്ചത്? കഴിഞ്ഞ വർഷം എന്റെ ഈ മൊബൈലും ദൃശ്യങ്ങളെല്ലാം മേടിച്ചതാണ്. പക്ഷേ എന്നിട്ടും തെളിവില്ലെന്നാണ് റിപ്പോർട്ട് കൊടുക്കുക ചെയ്തത്. നടന്നു കഴിഞ്ഞ് വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എന്നെ ദൃശ്യം മേടിക്കുന്നത്. ദൃശ്യം മേടിച്ചിട്ടും അത് പിന്നെയും റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തെളിവില്ലെന്നാണ്. അത് നമുക്ക് ഒത്തിരി അതിശയം തോന്നി. കാരണം ഇത്രയും കാര്യം ചെയ്തിട്ടും പിന്നെയും തെളിവില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്ത് അന്വേഷണം നടത്തിയെന്നുള്ള ഒരു ആശ്ചര്യം നമുക്ക് തോന്നിയായിരുന്നു. പിന്നെ എങ്കിലും നമുക്ക് നിയമവ്യവസ്ഥയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും തെളിയിക്കപ്പെടും നമുക്ക് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. മൊഴി നൽകിയപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? കാരണം നിങ്ങൾ മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തിയ ആൾ മാത്രമല്ല, അത് നേരിട്ട് കണ്ടൊരു സാക്ഷിയും കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ചോദിച്ച അവർ ആ നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചോദിച്ചറിയും. എല്ലാം കൃത്യമായിട്ട് ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വിഷ്വൽ കാണിച്ചിട്ട് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അവർ ചോദിച്ചിരുന്നു. അതെല്ലാം ഞാൻ നല്ല കൃത്യമായി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ ഉപയോഗിച്ച ലാത്തി എന്തായിരുന്നു? മുളവടിയായിരുന്നു? അതുപോലെ തന്നെ ഇവർ എവിടെ നിന്നാണ് ഈ ആയുധം അല്ലെങ്കിൽ ഈ വടി കൊണ്ടുവന്നത്? വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെയാണ് അല്ലെ? ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയായിരുന്നു അല്ലെ? ആണ്. അവര് വാഹനത്തിൽ നിന്ന് തന്നെ മറ്റേ അനിൽ എന്ന് പറഞ്ഞ ഗൺമാൻ ആദ്യം അടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് രണ്ട് വണ്ടിയല്ല, അതിന്റെ പുറകിൽ വന്ന വണ്ടിയിൽ നിന്നാണ് ഇത്തരം ബാക്കിയുള്ള ആൾക്കാർ ഇറങ്ങിയിട്ട്, അതൊരു സാധാരണ പോലീസ് ഉപയോഗിക്കുന്ന ലാത്തിയല്ല, അതിലും നീളമുള്ള ലാത്തിയായിരുന്നു. അത് വെച്ചാണ് ഇവരെ മർദ്ദിച്ചത്. തലക്കടക്കം മർദ്ദിച്ചു, അടിച്ചു. തീർച്ചയായിട്ടും ആദ്യം അടിക്കുന്നത് തന്നെ തലക്കിട്ട് തന്നെയാണ്. അടിച്ചിട്ട് പിന്നെയും തലക്കിട്ട് അടിക്കുകയാണ് പുള്ളി ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് താഴെ വീണ് കിടന്നിട്ട് പിന്നെയും അവിടെ അടിച്ചത്. മറ്റേ സാധാരണ മഫ്തിയിലുള്ള പോലീസുകാർ ഇവരെ തടയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവർ ആ മർദ്ദനം നിർത്തിയില്ലെന്നുള്ളതാണ്.